മൈഗോ താരലേലത്തിന് മുൻപായി ഓരോ ടീമിനും 6 പേരെ നിലനിർത്താമെന്ന പ്രഖ്യാപനവുമായി IPL ഗവേണിംഗ് കൗൺസിൽ. പരമാവധി 5 അന്താരാഷ്ട്ര താരങ്ങളെയും 2 ആഭ്യന്തര കളിക്കാരെയും നിലനിർത്താനാകും. വിദേശ താരങ്ങൾ ഉൾപ്പെടെയാണ് 5 അന്താരാഷ്ട്ര താരങ്ങൾ. ഒരു താരത്തെ റൈറ്റ് ടു മാച്ച് വഴിയും ടീമിലെത്തിക്കാം. റൈറ്റ് ടു മാച്ച് ഉൾപ്പെടുത്തിയ താരത്തെ ലേലത്തിൽ ഏതെങ്കിലും ടീം വിളിക്കുകയാണെങ്കിൽ അതേ വില നൽകി നിലനിർത്താൻ ടീമുകൾക്ക് അവസരമുണ്ടാകും. നിലനിർത്തുന്ന 5 താരങ്ങളിൽ ആദ്യത്തെ താരത്തിന് 18 കോടി, രണ്ടാമത്തെ താരത്തിന് 14 കോടി, മൂന്നാമത്തെ താരത്തിന് 11 കോടി ഇങ്ങനെയായിരിക്കും പ്രതിഫലം ലഭിക്കുക. നിലനിർത്തുന്ന 4ാമത്തെ താരത്തിന് 18 കോടിയും 5ാമത്തെ താരത്തിന് 15 കോടിയും പ്രതിഫലം നൽകണം. 6 താരങ്ങളെയും നിലനിർത്തണമെങ്കിൽ ആ ടീമിന് RTM ഉപയോഗിക്കാനാവില്ല. 6 താരങ്ങളെ നിലനിർത്തിയാൽ പരമാവധി 5 പേർ മാത്രമേ ക്യാപിഡ് താരങ്ങളാകൂ. അൺക്യാപിഡ് താരത്തിന്റെ പരമാവധി താരമൂല്യം 4 കോടി രൂപയായിരിക്കും. കഴിഞ്ഞ 5 വർഷമായി ഒരു അന്താരാഷ്ട്ര മത്സരവും കളിക്കാത്ത എല്ലാ ഇന്ത്യൻ താരങ്ങളെയും അൺക്യാപിഡ് പ്ലെയറായി കണക്കാക്കാനും BCCI തീരുമാനിച്ചു. ഇതോടെ ചെന്നൈ സൂപ്പർ കിങ്സിന് ആശ്വാസമായി. അൺക്യാപ്ഡ് പ്ലെയറായി MS ധോണിയെ നിലനിർത്താനാകും. രാജസ്ഥാൻ റോയൽസിന് സന്ദീപ് ശർമ്മയെയും അതേ നിയമത്തിൽ ടീമിൽ ഉറപ്പിച്ചു നിർത്താം. 2019 ഏകദിന ലോകകപ്പ് സെമി ഫൈനലാണ് ധോണി അവസാനമായി ഇന്ത്യക്കായി കളിച്ചത്. നിലനിർത്തുന്ന താരങ്ങൾക്ക് ചെലവാക്കുന്നതടക്കം പരമാവധി 120 കോടി രൂപയായിരിക്കും ഓരോ ടീമിനും ലേലത്തിൽ ചെലവാക്കുന്ന ആകെ തുക. ലേലത്തിൽ വിറ്റുപോയ താരങ്ങൾ മതിയായ കാരണങ്ങളില്ലാതെ വിട്ടുനിന്നാൽ പണി കിട്ടും. തുടർന്നുള്ള 2 സീസണുകളിൽ കളിക്കാനോ ലേലത്തിൽ പങ്കെടുക്കാനോ സാധിക്കില്ല. IPL മാച്ച് ഫീ സംവിധാനം അടുത്ത സീസൺ മുതൽ കൊണ്ടുവരാനും തീരുമാനിച്ചു. ഇതുപ്രകാരം ലേലത്തിൽ ലഭിക്കുന്ന തുകയ്ക്ക് പുറമെ ഓരോ കളിക്കാരനും 7.50 ലക്ഷം രൂപ വെച്ച് ഓരോ കളിക്കും ലഭിക്കും. എല്ലാ മത്സരങ്ങളിലും കളിച്ചാൽ 1.5 കോടിയാണ് താരങ്ങൾക്ക് ഫീസ് ഇനത്തിൽ മാത്രം ലഭിക്കുക. 2025 ലേലത്തുക ഉൾപ്പെടെ ഒരു ടീമിന് ആകെ അനുവദിക്കാവുന്ന തുക 146 കോടിയായും നിശ്ചയിച്ചു. IPLൽ ഏറ്റവും അധികം താരപരിവേഷം ചാർത്തിക്കിട്ടിയ ഒരാളായിരുന്നു MS ധോണി. ടൂർണമെന്റിന്റെ ആദ്യ സീസൺ മുതൽ ഇതുവരെ തന്റെ മൂല്യത്തിൽ ഒരിടവും വരുത്താതെ കാത്തുസൂക്ഷിക്കാൻ താരത്തിന് കഴിഞ്ഞിരുന്നു. എന്നാൽ പ്രായം വളരെ തിരിച്ചടിയാകുമ്പോൾ ധോണിയുടെ വിരമിക്കലിനെ കുറിച്ചുള്ള അഭ്യൂഹങ്ങളും സജീവമായി തുടരുന്നുണ്ട്. പക്ഷേ ഈ ഒരു സീസൺ കൂടി തങ്ങളുടെ പ്രിയപ്പെട്ട തലയെ ഗ്രൗണ്ടിൽ കാണാമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ. അതിന്റെ സാധ്യതകളിലേക്കാണ് വിരൽ ചൂണ്ടുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്.